ഇടറിയ ജീവിത പാതകളിൽ വഴിതെറ്റിയ ജീവിതത്തെ യേശുനാഥൻ്റെ സ്നേഹാർദ്രമായ ഒരു വിളിയിലൂടെ പരിവർത്തനപ്പെടുത്തിയ ഹൃദയസ്പർശിയായ കഥ പറയുന്ന നാടകം മോൺട്രിയൽ സെന്റ് ജോസഫ് ഇടവകയിലെ അനുഗ്രഹീത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന രണ്ടാമത് നാടകം മഞ്ഞിൽ നനയുന്ന സിക്കമൂർ മരങ്ങൾ. അപ്പാ, വല്യപ്പ, ഭക്ഷണം തയ്യാറായെന്നെ, കഴിക്കാമായോ? വരുന്നു മോളെ. നിങ്ങൾ ഇത് എന്നാ ചെയ്യുക? വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എടാ, പണി നിർത്തി ഭക്ഷണം കഴിക്കാൻ ചെല്ലു, അല്ലെങ്കിൽ നിന്റെ രാജകുമാരി നമ്മളെ രണ്ടുപേരെയും വെച്ചേക്കത്തില്ല. അപ്പനല്ലേ അവളെ കൊച്ചിച്ച് വഷളാക്കിയത്, എന്നിട്ട് ഇപ്പോ എല്ലാരും കൂടെ സഹിക്കണം. ഇത്തിരി ശുണ്ടിക്കാരിയാണെങ്കിലും അവള് നമ്മുടെ മുത്തല്ലേടാ. മത്തേവസേ, അവക്ക് വയസ്സ് 23 നീ അവളുടെ വിവാഹത്തെ പറ്റി വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അത് മാത്രമാണപ്പാ ഇപ്പോഴെന്റെ ചിന്ത. ഇപ്പൊ പണികളൊക്കെ തീരെ കുറവാണ്. പണ്ട് എന്റെ കൂട്ടുകാരൻ ജോസഫ് ഉണ്ടായിരുന്നപ്പോ ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. അവനറിയാമല്ലോ അവനെ പോലെ മിടുക്കനായ ഒരു ആശാരി ഈ നാട്ടിലെങ്ങും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ജോലി എടുത്തിരുന്ന കാലത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര പണികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പണിയൊന്നും അങ്ങനെ കിട്ടുന്നില്ലപ്പാ. നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഓരോരുത്തരുടെയും ഓരോ ഉത്തരവാദിത്തോടെയാണ് യഹോവ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. ജോസഫ് ഒരു നല്ല മരപ്പണിക്കാരനായിരുന്നു, പക്ഷെ നീയും ഒട്ടും മോശക്കാരനല്ല. മാത്രവുമല്ല, അന്ധനായ എന്നെ, ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട നിന്റെ 2 മക്കളെ നീ നന്നായി നോക്കിയിട്ടില്ലേ? അതെല്ലാം യഹോവ കാണുന്നുണ്ട്. അവൻ തീർച്ചയായും നിനക്ക് നന്മ വരുത്തും. പിന്നെ അപ്പന്റെ ആ പഴയ സ്നേഹിതനില്ലേ, നിക്കോദേമോസ്, അദ്ദേഹം നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് ദേവാലയത്തിന്റെ അജകവാടത്തിന് എതിർവശത്ത് ഒരു മാളിക പണിയുന്നുണ്ട്. അദ്ദേഹം അതിന് പേരുമിട്ട് കഴിഞ്ഞു, സെഹിയോൻ. അതിന്റെ പണികളെല്ലാം അദ്ദേഹം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കുറച്ച് പണം മുൻകൂറായും തന്നിട്ടുണ്ട്. ആ മാളികയുടെ പണിയൊന്ന് തീർന്നിട്ട് വേണം നമുക്ക് സലോമിയുടെ വിവാഹം നടത്താൻ. എത്ര നേരമായി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിക്കുന്നു. എന്നാ വിശേഷം പറഞ്ഞോണ്ടിരിക്കും അപ്പനും മോനും കൂടി? വല്യപ്പ, വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. എടി മോളെ സലോമി, നിന്റെ ശല്യം സഹിക്കാൻ പറ്റത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പനാ അവളെ ഇങ്ങനെ വഷളാക്കിയത്. അവളിപ്പോ നമ്മുടെ തലയിൽ കയറിയിരുന്ന ഭരണം. നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിച്ചു വിടുന്നതിനെ പറ്റിയാടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ പിന്നെ, എന്നെ കെട്ടിച്ചു വിടുന്ന ഓർത്ത് നിങ്ങൾ ആരും സന്തോഷിക്കണ്ട. ഞാൻ പോയി കഴിഞ്ഞാൽ കാണാം നിങ്ങൾ 2 കാരണവന്മാരുടെ അവസ്ഥ. പിന്നെ എനിക്കൊരു ആങ്ങളയുണ്ടല്ലോ, ആ തടിമാടൻ മടിയൻ. അവൻ എന്തായാലും പട്ടിണി കിടന്ന് ചാവും. അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. നിന്നെ പറഞ്ഞയച്ചിട്ട് വേണം റൂബനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. പോകാനോ? എവിടെ പോകാൻ? യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാൻ. യേശുവോ? അവൻ ആരാണ്? റൂബൻ, നീ വൈകിട്ട് വരില്ലേ? നമുക്കൊന്ന് വിശദമായി സംസാരിക്കാനുണ്ട്. വരും വരും വരും, നമുക്ക് വൈകുന്നേരം വിശദമായി സംസാരിക്കണം. ദേ, ചേട്ടൻ വന്നല്ലോ. എന്താടാ ഇത്ര സംസാരിക്കാനുള്ളത്? പകല് മുഴുവൻ ആ കൂട്ടുകാരി ചെറുക്കന്മാരുടെ കൂടെ വെറുതെ കറങ്ങി നടക്കും. എന്നിട്ട് നിന്റെ ഒന്നും സംസാരം തീരുന്നില്ല. അപ്പാ, ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കച്ചവടം നടത്തുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്.
കച്ചവടം? എന്ത് കച്ചവടമാടാ നിങ്ങൾ നടത്താൻ പോകുന്നത്? വല്യപ്പ, അങ്ങ് കിഴക്ക് സിന്ധു രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് മലബാർ എന്നൊരു ദേശമുണ്ട്. അവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളും പലവ്യഞ്ജനങ്ങളും വളരെ വിശിഷ്ടമാണ്. അവിടെ പോയി അത് വാങ്ങി ഇവിടെയും പേർഷ്യയിലും ഒക്കെ കച്ചവടം നടത്തുന്നതിനെ പറ്റിയാണ് ഞാനും എൻ്റെ കൂട്ടുകാരും ചിന്തിക്കുന്നത്. ഓ, മലബാർ. ആ ദേശത്തെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ വളരെ നല്ലവരും കഠിനാധ്വാനികളുമാണ്. അതുപോലെ അവിടുത്തെ ചുക്കും കുരുമുളകും ഏലക്കായും ഒക്കെ വളരെ പ്രശസ്തമാണ് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആശയമൊക്കെ വളരെ നല്ലത് തന്നെ. പക്ഷേ വളരെയേറെ പണച്ചെലവില്ലേ? എവിടെ നിന്ന് കണ്ടെത്തും ഇത്രയും പണം? കുറച്ചൊക്കെ എൻ്റെ കൂട്ടുകാരുടെ കൈവശമുണ്ട്. പിന്നെ കുറച്ച് പണം എവിടുന്നെങ്കിലുമൊക്കെ കടം മേടിക്കണം. നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എനിക്ക് പോണം. ഇവൾ എവിടെ പോകാനാണ് കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? ഞാൻ യേശുവിനെ കാണാൻ പോവുക. അവന്റെ വാക്കുകൾ കേൾക്കാനും അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാനും. ഓ, ആരായി യേശു? ഹും, വല്യപ്പൻ കേട്ടിട്ടില്ലേ? ഒരു പുതിയ പ്രവാചകൻ കൂടെ വന്നിരിക്കുന്നു. അപ്പൻ അറിയുമായിരിക്കും. അപ്പന്റെ ആ പഴയ കൂട്ടുകാരൻ ജോസഫിന്റെ മകൻ. അവനിപ്പോൾ ഭയങ്കര പ്രസംഗമാണ്. ആളുകളെല്ലാം അവന്റെ പുറകെ. ഇതുപോലെ എത്രയോ കള്ളന്മാര് വന്നിരിക്കുന്നു. അദ്ദേഹം കള്ളപ്രവാചകനൊന്നുമല്ല. ചേട്ടൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്ക്. എന്ത് തേജസ്സാണ് ആ മുഖത്തെന്നറിയോ? അദ്ദേഹം തിരുലിഖിതങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്നത് കേട്ടാൽ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും. അദ്ദേഹം സ്വർഗരാജ്യത്തെ പറ്റി സംസാരിക്കുന്നത് എന്ത് അധികാരത്തോടെയാ! അത് മാത്രമല്ല, അദ്ദേഹം രോഗികളെ സുഖമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ എടി കള്ളപ്രവാചകന്മാരുടെ സ്ഥിരം പൊടിക്കൈകളാണ്. പണക്കാരും വലിയ വലിയ പ്രമാണിമാരും ഒക്കെ ആയിട്ടാണ് അവന്റെ കൂട്ടുകെട്ട്. പിന്നെ പിറകെ നടക്കാൻ കുറെ തൊഴിലില്ലാത്തവന്മാര്. ഈ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് അവൻ വീഞ്ഞു വിളമ്പിയ കഥയും ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. ജോസഫിന്റെ മകൻ അങ്ങനെയാകാൻ ഒരു വഴിയുമില്ല. ജോസഫിനെ പോലെ വളരെ നിഷ്കളങ്കനും സത്യസന്ധനുമായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജോസഫിന്റെ മകൻ ഒരിക്കലും അങ്ങനെ ആവില്ല. ചേട്ടൻ അദ്ദേഹത്തെ വെറുതെ കുറ്റപ്പെടുത്തുകയാ. സമ്പന്നരെയും പ്രമുഖ സ്ഥാനത്തിരിക്കുന്നവരെയും അവരുടെ പ്രവൃത്തികളെ ചൊല്ലിയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. പുരോഹിതന്മാരെ അവൻ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നുവരെ വിളിച്ചു. പുരോഹിതന്മാർ തിരുലിഖിതങ്ങൾ വളച്ചൊടിക്കുന്നതിനെയും പ്രമാണികൾ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്നതിനെയുമാണ് അവൻ ശക്തമായി എതിർക്കുന്നത്. യഹോവേ, നീ ആ ചെറുപ്പക്കാരന് തുണയായിരിക്കണമേ. ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഇതുപോലെ പുരോഹിതന്മാരെയും പ്രമാണിമാരുടെയും അവരുടെ ദുഷ്പ്രവർത്തികളുടെ പേരിൽ എതിർത്തിട്ടുള്ളതായിരുന്നു. അന്ന് ആ നിക്കോദേമോസും അരിമത്യക്കാരൻ ജോസഫും മറ്റു കുറച്ച് പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും ആളുകൾ എന്നെ പതിയിരുന്ന് ആക്രമിച്ചു. എൻ്റെ കണ്ണുകൾ അവർ കുത്തിപ്പൊട്ടിച്ചു. യഹോവ ആ യുവാവിനെ കാക്കട്ടെ. നിങ്ങൾ കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. മക്കളെ, ആരോ വരുന്നുണ്ടല്ലോ. ബോവാസ്, നിന്റെ കണ്ണുകളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? മത്തേബൂസ്, നിനക്ക് വല്ല ജോലിയും കൂലിയും ഉണ്ടോ? അത് ഇപ്പോഴേ ചിരണ്ടിക്കൊണ്ട് ഇരിപ്പാണോ? ജോലിയൊക്കെ തീരെ കുറവാണ്. പുതിയ പണി വല്ലതും കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുങ്കം കൃത്യമായിട്ട് തന്നിരിക്കണം. ചുങ്കം ഞാൻ കഴിഞ്ഞ മാസം തന്നതാണല്ലോ. ഓഹോ ഓഹോ, അങ്ങനെയാണോ? കഴിഞ്ഞ മാസം തന്നത് കഴിഞ്ഞ മാസത്തെ, ഈ മാസത്തേത് എടുക്ക്.
അത് ഞാൻ പിന്നീട് തന്നുകൊള്ളാം. ഇപ്പോ എന്റെ കയ്യിൽ പണമൊന്നുമില്ല. അതെങ്ങനെ ശരിയാവും മാത്തേവൂസേ? ഞാൻ നോക്കട്ടെ നിന്റെ കയ്യിൽ പണം ഉണ്ടോന്ന്. നോക്കി നിൽക്കാതെ അകത്ത് കയറി നോക്കടാ. അപ്പാ അപ്പാ സഖ്യവൂസ്, സഖ്യവൂസ് അവനെ ഒന്നും ചെയ്യരുത്. സക്കേവൂസേ, യഹോവയ്ക്ക് നിരക്കാത്ത ഒന്നും നീ ചെയ്യരുത്. താൻ കൂടുതൽ സംസാരിക്കണ്ട. അയ്യോ അപ്പാ, മാത്തേവൂസ്, ഇത് വെച്ചിട്ടാണോ നീ ചുങ്കം കൊടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞത്? അത് കൊണ്ടുപോകരുത് സഖ്യവൂസ്. അത് ഞാൻ ഇവളുടെ വിവാഹത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയതാണ്. ആ, ആദ്യം സീസറിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. അത് കഴിഞ്ഞ് മതി പ്രജകളുടെ കല്യാണം. അത് ഞാൻ തരേണ്ട ചുക്കത്തേക്കാൾ വളരെ കൂടുതലുണ്ട്. അത് മുഴുവൻ കൊണ്ടുപോകരുത്. ചുങ്ക ഒരിക്കലും കൂടുതലല്ല മാത്തേവൂസ്. നിന്റെ പണി നടക്കട്ടെ. ഞാൻ അടുത്ത മാസം വീണ്ടും വരും. എടാ റൂബ, നീ എന്തോ കച്ചവടം തുടങ്ങാൻ പോകുന്നെന്ന് ഞാൻ കേട്ടല്ലോ. വളരെ നല്ല കാര്യം. ചെറുപ്പക്കാർ ഈ പ്രായത്തിൽ നല്ല കഠിനാധ്വാനികളായിരിക്കണം. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. എത്ര പണം വേണമെങ്കിലും ഈ സക്കേവൂസ് തരും. പലിശ കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. മാസം വെറും 30% മാത്രം. പിന്നെ കച്ചവടം നടത്തുമ്പോൾ അതിന്റെ ചുങ്കവും കൃത്യമായിട്ട് തരണം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. മോനെ റൂബ, പിന്നെ നിനക്ക് പണം ആവശ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് വേറെ ആരും ഈ നാട്ടിൽ നിനക്ക് ഇനി പണം കടന്നു തരാൻ പോകുന്നില്ല. പക്ഷെ നിനക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുക്കൽ വരാം. ആവശ്യത്തിന് പണം ഞാൻ. പലിശയുടെ കാര്യം കൃത്യമായിരിക്കണം. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. വീണ്ടും കാണാം. വാടാ. ദ്രവ്യമോഹങ്ങളാൽ അന്ധനായി പകയോടെ ഉഴറി നടന്നിടും മർത്യ, നീ ഇന്നു വീഴ്ത്തുമീ അവരെന്റെ കണ്ണുനീർ, സദ്ഗതിയേകില്ല സത്യം. ഭ്രാന്തമാം നിന്നുടെ ചെയ്തികൾക്കോരോന്നും ഉത്തരമേകണം നാളെ. ഓടിക്കിതച്ചേറെ വെട്ടിപ്പിടിക്കിലും 6 അടി മണ്ണിന്റെ ജന്മി മാത്രം, ഒടുവിൽ 6 അടി മണ്ണിന്റെ ജന്മി മാത്രം. എന്താ, ഇന്ന് നിനക്ക് യേശുവിനെ കാണാൻ പോകണ്ടേ? പോണം. ഈ പണികളൊക്കെ ഒതുക്കി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് പോകാൻ. എന്നാ നീ പോകണ്ട. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനൊരു കള്ളനാണെന്ന്. ഇനി മേലിൽ അവനെ കാണാൻ പോകരുത്. എടാ റൂബ, നീ എന്തിനാടാ എന്റെ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പാ, അവന്റെ കച്ചവടം നടത്താനുള്ള ആഗ്രഹം ആ സക്കേവൂസ് മുടക്കിയത് മുതൽ അവൻ എപ്പോഴും ദേഷ്യത്തില. മോനെ റൂബ, നീ ഇങ്ങോട്ട് വന്നേ. എടാ, യഹോവ ഒരു വഴി തുറന്നു തരും. നീ ഇപ്പം നിന്റെ അപ്പനെ ആ സെഹിയോൻ മാളിയുടെ പണിയിൽ സഹായിച്ചേ. വല്യപ്പ, ഞാൻ ദേഷ്യപ്പെട്ടത് എന്റെ കച്ചവടം ഓർത്തിട്ടല്ല. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ യേശു ഒരു കള്ളപ്രവാചകനാണെന്ന്. അവൻ ഇന്നലെ എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം എവിടെയായിരുന്നു? അവൻ ഇന്നലെ ആ സക്കേവൂസിന്റെ അതിഥിയായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് അവിടെ താമസിച്ച് ആഘോഷമായിരുന്നു. ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്യില്ലെന്നോ? ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവൻ ആ സക്കേവൂസിന്റെ കൂടെ അവന്റെ വീട്ടിൽ പോയതും അവിടെ താമസിച്ചതും.
എന്താ? എന്തിനാണ് വീണ്ടും വന്നത്? നിങ്ങൾക്ക് തരാനുള്ളതും അതിൽ കൂടുതലും ഞങ്ങൾ ഇന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയില്ലേ? മനസ്സലിവില്ലാത്ത ദുഷ്ടൻ. മോനെ റൂബ, ശാന്തനാകൂ. വീട്ടിൽ വരുന്നവരോട് അവർ ആരായാലും നമ്മൾ മാന്യമായി സംസാരിക്കണം. ബോവാസ്, അവൻ പറയട്ടെ. അവന് പറയാനുള്ള അവകാശമുണ്ട്. അവന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചവനല്ലേ ഞാൻ. സഖ്യവൂസ്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? താങ്കൾക്ക് എന്ത് സംഭവിച്ചു? മാതേവൂസ്, ഞാനിപ്പോ പഴയ സഖ്യവൂസ് അല്ല. എന്റെ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഞാൻ പുതിയൊരു മനുഷ്യനാകാൻ ശ്രമിക്കുകയാണ്. എന്തു പുതിയ കൗശലവുമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? പാവപ്പെട്ടവരെ കൊള്ളയടിച്ച് നിങ്ങൾക്ക് മതിയായി. റൂബ, ഞാൻ ദൈവത്തെ കണ്ടു. അവൻ എൻ്റെ ഭവനത്തിൽ വന്നു, എന്നെ സ്പർശിച്ചു, എന്നെ പുതിയൊരു മനുഷ്യനാക്കി. മാതേവൂസ്, ഞാൻ നിന്നിൽ നിന്ന് പിടിച്ചു പറിച്ചത് ഇതാ 4 ഇരട്ടിയായി തിരിച്ചു തരുന്നു. ഇനി മേലിൽ ഞാൻ അന്യായമായി ആരിൽ നിന്നും ഒന്നും കൈവശപ്പെടുത്തില്ല. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം മാത്തേവൂസ്. നസ്രായനായ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നെ അവൻ പാടെ മാറ്റിമറിച്ചു. ഇവൾ ഇന്നു മുതൽ എൻ്റെ സഹോദരി കൂടിയാണ്. ഇവളുടെ വിവാഹം നമ്മൾ ആർഭാടമായി തന്നെ നടത്തും. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. റൂബ, നീ നിന്റെ സ്വപ്നമായ ആ കച്ചവടത്തിലേക്ക് ഇറങ്ങണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. രാജാവിന് കൊടുക്കേണ്ട ന്യായമായ ചുങ്കം മാത്രം അടച്ചാൽ മതി. എനിക്കിത് വിശ്വസിക്കാമോ? റൂബൻ, നീ വിശ്വസിക്കണം. നീയും യേശുവിനെ കാണണം. അവൻ നിന്നെ പുതിയൊരു മനുഷ്യനാക്കും. ഇനിയും വളരെ ആളുകളെ കാണാൻ ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യണം. അതിന്റെ തുടക്കം ഇവിടുന്ന് തന്നെ ആകട്ടെ. യേശുവേ, നിൻ രൂപമെത്ര മോഹനം. യേശുവേ, നിൻ രൂപമെത്ര മോഹനം. നിന്റെ തണലിൽ അഭയം നേടിയ ഭാഗ്യ